ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കീം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്. കാരണം എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാം ഓൺലൈൻ ആയിരുന്നു. പല ദിവസങ്ങളായി പല സെഷൻസ് ആയിട്ടാണ് നടന്നിരുന്നത്. എന്തായാലും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ആദ്യമായിട്ട് ഓൺലൈൻ എക്സാം നടന്നു. മാർക്ക് അപ്ലോഡ്, നമ്മുടെ ക്വാളിഫയിങ് +2 മാർക്ക് എൻ്റർ ചെയ്യാനുള്ള സമയം ഇന്നലെ അവസാനിച്ചു. ഇനി റാങ്ക് ലിസ്റ്റ് വരും. അതോടൊപ്പം ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമാണ് വരിക. അതിനുശേഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒരു 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാവും. പിന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അതുപോലെ ഹയർ ഓപ്ഷനും സ്പോട്ട് അലോട്ട്മെൻറ്റ്, ഹയർ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. സ്പോട്ട് അലോട്ട്മെൻറ്റും എല്ലാം വരുന്നതായിരിക്കും വഴിയെ. എന്തായാലും ഇപ്പോൾ ജൂലൈ മാസം ഫസ്റ്റ് വീക്ക് അവസാനിക്കവേ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് കുട്ടികളുടെ ഒരു സംശയമാണ് എപ്പോഴാണ് ക്ലാസ് തുടങ്ങുക, അഡ്മിഷൻ എപ്പോഴാണ് അവസാനിക്കുക, എത്ര അലോട്ട്മെൻറ്റ് ഏകദേശം അഡ്മിഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ നല്ല രീതിയിൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. കോമൺ ആയിട്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റൊക്കെ വെക്കാറുള്ളത്. എന്തായാലും ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിലൊക്കെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. ആദ്യ അലോട്ട്മെൻറ്റുകളിൽ ഹയർ ഓപ്ഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇഷ്ടപ്പെട്ട കോളേജല്ല, കോഴ്സല്ല എങ്കിൽ വരും അലോട്ട്മെൻറ്റുകളിൽ ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. എന്തായാലും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണുന്നത്, ICTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണുന്നത് സെപ്റ്റംബർ 15 ക്ലാസ് തുടങ്ങണമെന്നാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനും സെപ്റ്റംബർ 15 പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് സെപ്റ്റംബർ മാസം എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്തേക്കാം ഒഫീഷ്യലി. അതിനുശേഷം അഡ്മിഷൻ കംപ്ലീറ്റ് ആവാൻ പിന്നെയും സമയം കൊടുക്കും. സെപ്റ്റംബർ 15 അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും കാരണത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നവംബറിലേക്കും ഒക്കെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂളൊക്കെ മുന്നേ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. എന്തായാലും നിലവിലുള്ള ഷെഡ്യൂൾ പ്രകാരം സെപ്റ്റംബർ 15 ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും. എഞ്ചിനീയറിങ്ങിൻ്റെ അഡ്മിഷനും ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത് തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരവും വരുന്നതായിരിക്കും. പിന്നെ ട്രയൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ അലോട്ട്മെൻറ്റും വരുന്നതായിരിക്കും. കാത്തിരിക്കാം നമുക്ക്.